നമസ്കാരം. വികടകവി തെന്നാലി രാമന് ശേഷം വാക്കുകൊണ്ട് ഇത്രത്തോളം അമ്മാനമാടാൻ ധൈര്യം കാണിച്ച മറ്റൊരു വ്യക്തിത്വം ഉണ്ടോ എന്നത് സംശയം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മലയാള മണ്ണിൽ ഇതൊന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല, നമ്മുടെ മണിയാശാനെ കുറിച്ചാണ്. വരും വരായികളെ കുറിച്ച് ഒന്നും ചിന്തിച്ച് വിഷണ്ണനാവുകയോ വാക്കുകൾക്ക് കൂച്ചുവിലങ്ങിടുകയോ ചെയ്യാതെ ഘോരം പ്രസംഗിച്ച് പത്രങ്ങളിൽ തലക്കെട്ടാവാനും ഇടയ്ക്കിടയ്ക്ക് വർണ്ണപ്പട്ടമായി പറന്നുയരാനുമെല്ലാം എം മണി എന്ന കേരളക്കരയുടെ സ്വന്തം മണിയാശാന് ഒരു മടിയുമില്ല. നിങ്ങൾ ഇങ്ങ് താഴെ അരിവാളും പിടിച്ച് നിന്നോളി, ഞാൻ അങ്ങ് ദൂരെ വാനിൽ നക്ഷത്രമായി തിളങ്ങിക്കോളാം എന്നതാണ് പുള്ളിയുടെ ഒരു ലൈൻ. പാർട്ടി ചിഹ്നത്തിന്റെ സാങ്കത്യം കാത്തു സൂക്ഷിക്കാൻ സ്വയം സമർപ്പിച്ചൊരു ത്യാഗ നക്ഷത്രം. പതിവ് പോലെ ഇത്തവണയും സ്വന്തം വാക്കിന്റെ വാലിൽ പുലിവാലായി വന്ന് കുടുങ്ങിയിരിക്കുകയാണ് മണിയാശാന്. എന്നാൽ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, ഇനിയും കൊല്ലും എന്നൊക്കെ തന്നെയും പിന്നെയും ഉറപ്പിച്ചു പറഞ്ഞത്ര ഉറപ്പൊന്നും ഇത്തവണ മണിയാശാനില്ല. സംഗതി കയ്യിന്ന് പോയെന്ന് മനസ്സിലായതോടെ നൈസായിട്ട് അങ്ങ് തലയൂരാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സംഭവം വേറൊന്നുമല്ല, കട്ടപ്പന സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ നിക്ഷേപകനായ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിലെ വിവാദ പരാമർശത്തോടെയാണ് ഇത്തവണ മണിയാശാന്റെ എയർ ടിക്കറ്റ് ഓക്കെ ആയത്. സാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് LDFന്റെ നയവിശദീകരണ യോഗത്തിലാണ് സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്നും വല്ല ചികിത്സയും തേടിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും മറ്റുമുള്ള പരാമർശങ്ങൾ എം മണി നടത്തിയത്. ബെസ്റ്റ്. ഇത്രയും ദാരുണമായ ഒരു സംഭവം നടന്നിട്ട് അതിന്റെ നയവിശദീകരണ യോഗത്തിൽ കയറിയിരുന്ന് ആത്മഹത്യ ചെയ്ത ആൾക്ക് മാനസിക രോഗം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാനും വരുത്തി തീർക്കാനും ഒക്കെ ശ്രമിക്കുന്ന മണിയാശാന്റെ മാനസിക നില ഈസ് ഇൻക്യൂറബിൾ. ഇതിന് പരിഹാരമില്ല. സംഗതി വിവാദമായതോടെ മണിയാശാൻ രാഷ്ട്രീയാചാര്യന്മാരുടെ 19ാമത്തെ അടവെടുത്തിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം പുഴിക്കടകൻ. എന്നാ ഞാനിനി ഒരു സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല. ഈ പറഞ്ഞത് ഞാനല്ല കേട്ടോ, മണിയാശാനാണ്. ഇനി അൾഷിമേഴ്സ് എങ്ങാനും? ആർക്ക്? നമ്മുടെ മണിയാശാനോ? ഇതൊക്കെ ആശാന്റെ ഒരു നമ്പരല്ലേ. സാബുവിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ എന്നല്ല, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നും മണിയാശാൻ വളരെ നിർദോഷമായി പറഞ്ഞിട്ടുണ്ട്. എന്തോ എങ്ങനെ? അപ്പോ ഇത് രണ്ടും ഒന്നല്ലേ? അല്ലെന്നാണ് മണിയാശാൻ പറയുന്നത്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഇതൊക്കെ ഏനണ്ണേ, എതുക്കാഹ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് ഫോർ എ രസം. അല്ലെങ്കിലും ആകാശയാത്രകളെന്നും മണിയാശാൻ ഒരു വീക്ക്നെസ് തന്നെയായിരുന്നു. എന്താ അല്ലേ? എന്നാ പിന്നെ വരട്ടെ, അല്ല പോട്ടെ.